ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അടുത്ത് നടന്ന HSA സംസ്കൃതം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ജനറൽ പാർട്ടാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ പറയുമ്പോൾ നിങ്ങളൊരു പേപ്പറിൽ ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുകൂടി ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിൻ്റെ കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടി നോക്കി പോവാം. ക്വസ്റ്റ്യൻ 1, മാച്ച് ദ ഫോളോയിങ്. ലെഫ്റ്റ് സൈഡിൽ എ സാധുജന പരിപാലന സംഘം, ബി യോഗക്ഷേമ സഭ, സി പ്രത്യക്ഷരക്ഷാ ദേവസഭ, ഡി ബാലസമുദായ പരിഷ്കരിണി സഭ. റൈറ്റ് സൈഡിൽ 1 VT ഭട്ടതിരിപ്പാട്, 2 KP കറുപ്പൻ, 3 അയ്യങ്കാളി, 4 കുമാര ഗുരുദേവൻ. സാധുജന പരിപാലന സംഘം ആരാണ് സ്ഥാപിച്ചത്? അയ്യങ്കാളി. യോഗക്ഷേമ സഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷരക്ഷാ ദേവസഭ കുമാര ഗുരുദേവൻ. ഡി ബാലസമുദായ പരിഷ്കരിണി സഭ പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം 1907 അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിനു വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. 1907 സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് SNDP ആണ് ഇതിന് പ്രചോദനമായത്. ഈ സാധുജന പരിപാലന സംഘം പിന്നീട് പുലയ മഹാസഭ എന്ന് പേരുമാറ്റി. 1938 ഇങ്ങനെ പേരുമാറ്റിയത്. സാധുജന പരിപാലന സംഘത്തിന് ഒരു മുഖപത്രമുണ്ട്. ആ മുഖപത്രത്തിൻ്റെ പേരാണ് സാധുജന പരിപാലിനി. 1913 വന്ന സാധുജന പരിപാലിനിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം. ഇതിൻ്റെ മുഖ്യ പത്രാധിപർ ചെമ്പൻതറ കാളിചൗതി കറുപ്പൻ. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പൻതറ കാളിചൗതി കറുപ്പനായിരുന്നു. ഇനി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തത് വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. വർഷം 1893. 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്, വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ. അതുപോലെ ചാലിയൻതെരുവ് ലഹള, ആറാലമൂട് ലഹള, ഇതൊക്കെ 1898 നടന്നതാണ്. ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ എന്ന് പറയുന്നത് അയ്യങ്കാളിയായിരുന്നു. ഇനി 1915 നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് 90-ാം ആണ്ട് ലഹള. ഊരൂട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നു, അല്ലെങ്കിൽ പുലയ ലഹള എന്നും അറിയപ്പെടുന്നു. 1915 നടന്നത്. കൊല്ലവർഷം 1990. പഞ്ചമി എന്ന് പറയുന്ന ഒരു ദളിത് പെൺകുട്ടിയെ അയ്യങ്കാളി സ്കൂളിൽ ചേർക്കാനായി കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ ആ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് 90-ാം ആണ്ട് ലഹള 1915. ഈ ഊരൂട്ടമ്പലം സ്കൂളിൻ്റെ പേര് പിന്നീട് മാറ്റി. അപ്പോൾ ഇതിൻ്റെ പുതിയ പേരെന്താണ്? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. 2017 ഇങ്ങനെ പേര് മാറ്റിയത്. പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. ഇനി 1915 90-ാം ആണ്ട് ലഹള എന്ന് പറഞ്ഞു. അതേ വർഷം തന്നെ 1915 തന്നെ അയ്യങ്കാളി നടത്തിയ മറ്റൊരു സമരമാണ് കല്ലുമാല സമരം, കല്ലുമാല അജിറ്റേഷൻ. 1915 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ദളിത് സ്ത്രീകളും കുട്ടികളും അവരുടെ ജാതിയുടെ അടയാളമായിരുന്ന കല്ലുമാലകൾ ഉപേക്ഷിച്ച ആ ഒരു സമരം, ആ ഒരു പ്രക്ഷോഭം, ആ ഒരു അജിറ്റേഷനാണ് കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത്. 1915 ഇത് നടന്ന സ്ഥലം പെരിനാട്, കൊല്ലം ജില്ലയിലെ പെരിനാട്ടിലാണ് ഇത് നടന്നത്. അതുകൊണ്ട് ഇത് പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. പെരിനാട് ലഹള നടന്ന വർഷം 1915. ഇനി റീസെൻ്റായി 2019 കേരള ബഡ്ജറ്റിൻ്റെ കവർ ചിത്രം എന്തായിരുന്നു? അയ്യങ്കാളിയും പഞ്ചമിയുമായിരുന്നു. 2019 കേരള ബഡ്ജറ്റിൻ്റെ കവർ ചിത്രം അയ്യങ്കാളിയും പഞ്ചമിയുമായിരുന്നു. ഇനി യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1908 ജനുവരി 31 യോഗക്ഷേമ സഭ സ്ഥാപിക്കപ്പെട്ടത്.
യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. യോഗക്ഷേമ സഭയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തിയായിരുന്നു VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. യോഗക്ഷേമ സഭയ്ക്ക് ഒരു മുഖപത്രം അഥവാ മൗത്ത് പീസ് ഉണ്ട്. അതിൻ്റെ പേരാണ് മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രത്തിൻ്റെ പേരാണ് മംഗളോദയം. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് മംഗളോദയവും യോഗക്ഷേമവും. യോഗക്ഷേമ സഭ 2 മാസികകൾ പ്രസിദ്ധീകരിച്ചു. ഒന്ന് മംഗളോദയം, ഒന്ന് യോഗക്ഷേമം. ഈ VT ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണ് രജനീരംഗം. VT നടത്തിയ യാത്രയാണ് യാചനയാത്ര 1931 ഏപ്രിൽ 26. പ്രത്യക്ഷരക്ഷാ ദേവസഭ അഥവാ PRDS സ്ഥാപിച്ചതാരാണ്? കുമാരഗുരുദേവൻ, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നും അറിയപ്പെടുന്നു. പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ, ഈ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു കുമാരഗുരുദേവൻ. 1909 PRDS സ്ഥാപിക്കപ്പെട്ടത്. PRDS സ്ഥാപിക്കപ്പെട്ടത് 1909. PRDSൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇരവിപേരൂർ, തിരുവല്ല പത്തനംതിട്ടയിലെ ഇരവിപേരൂറാണ് PRDSൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതിന് 2 ഉപ ആസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അമരക്കുന്ന്, ഉദിയൻകുളങ്ങര, ഇങ്ങനെ 2 ഉപ ആസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. PRDSൻ്റെ പ്രധാന പ്രസിദ്ധീകരണം അഥവാ മുഖപത്രം, മൗത്ത് പീസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. PRDSൻ്റെ മൗത്ത് പീസ് ആയിരുന്നത് ആദിയാർ ദീപമായിരുന്നു. പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരുദേവൻ തന്നെയായിരുന്നു ഇതിൻ്റെ രക്ഷാധികാരിയായിരുന്നത്. കുമാരഗുരുദേവൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് രത്നമണികൾ. കുമാരഗുരുദേവൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാൻ എന്ന ബുക്ക് രചിച്ചതാരാണ്? MR രേണുകുമാർ. പൊയ്കയിൽ യോഹന്നാൻ എന്ന ബുക്ക് രചിച്ചത് MR രേണുകുമാറാണ്. കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കുറച്ച് സമരങ്ങൾ അല്ലെങ്കിൽ ലഹളകളുണ്ട്. അതാണ് വാകത്താനം ലഹള, വാകത്താനം അജിറ്റേഷൻ, കൊഴുക്കുംചിറ ലഹള, മുണ്ടക്കയൻ ലഹള, മംഗലം ലഹള, വെള്ളനാടി സമരം. ഇതൊക്കെ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള, കുമാരഗുരുദേവൻ നടത്തിയിട്ടുള്ള ലഹളകളാണ്. ഇത് വാകത്താനം ലഹള, മുണ്ടക്കയൻ ലഹള, ഇതൊക്കെ PYQs ആണ്, മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് വാലസമുദായ പരിഷ്കരിണി സഭ. വാലസമുദായ പരിഷ്കരിണി സഭ സ്ഥാപിച്ചത് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പനാണ് വാലസമുദായ പരിഷ്കരിണി സഭ സ്ഥാപിച്ചത്. വാലസമുദായ പരിഷ്കരിണി സഭ സ്ഥാപിക്കപ്പെട്ട സ്ഥലം തേവര. തേവരയിലാണ് വാലസമുദായ പരിഷ്കരിണി സഭ സ്ഥാപിക്കപ്പെട്ടത്. ഇതുകൂടാതെ അദ്ദേഹം വേറെയും കുറേ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കല്യാണദായിനി സഭ. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരിലാണ് സ്ഥാപിക്കപ്പെട്ടത്. സന്മാർഗ പ്രദീപ സഭ കുമ്പളത്ത് അല്ലെങ്കിൽ കുമ്പളങ്ങി. ജ്ഞാനോദയൻ സഭ ഇടക്കൊച്ചി. വാലസേവാ സമിതി വൈക്കം. വാലസമുദായ പരിഷ്കരിണി സഭ തേവര. അരയ വംശോദ്ധാരിണി സഭ. അരയ വംശോദ്ധാരിണി സഭ ഏങ്ങണ്ടിയൂർ. അരയ വംശോദ്ധാരിണി സഭ ഏങ്ങണ്ടിയൂർ. സുധർമ്മ സൂര്യോദയ സഭ തേവര. സുധർമ്മ സൂര്യോദയ സഭ തേവര. പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചതും KP കറുപ്പനാണ്. വടക്കൻ പറവൂർ. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ. പണ്ഡിറ്റ് KP കറുപ്പനും KP വള്ളോനും ചേർന്ന് പുലിയ സമുദായത്തിന് വേണ്ടി ഒരു സഭ സ്ഥാപിച്ചു. അതാണ് കൊച്ചി പുലയ മഹാസഭ. 1913 ഏപ്രിൽ 21 സ്ഥാപിതമായത്. കൊച്ചി പുലയ മഹാസഭ KP കറുപ്പനും KP വള്ളോനും ചേർന്ന് പുലയ സമുദായത്തിന് വേണ്ടി സ്ഥാപിച്ച സഭയാണ് കൊച്ചി പുലയ മഹാസഭ. 1913 ഏപ്രിൽ 21. അരയ സമാജം. അരയ സമാജം സ്ഥാപിച്ചതും ആരാണ്? KP കറുപ്പൻ. 1907 അരയ സമാജം സ്ഥാപിക്കപ്പെട്ടത്. 1913 കൊച്ചി കായലിൽ വെച്ച് പ്രസിദ്ധമായ കായൽ സമ്മേളനം നടന്നു. ഇങ്ങനെ കായൽ സമ്മേളനം നടന്നപ്പോൾ അതിന് നേതൃത്വം വഹിച്ചതും പണ്ഡിറ്റ് KP കറുപ്പനാണ്. വേമ്പനാട്ട് കായൽ, കൊച്ചി കായലിൽ വെച്ചിട്ട് നടന്ന കായൽ സമ്മേളനത്തിന് 1913 ഫെബ്രുവരി 14 നേതൃത്വം നൽകിയത് KP കറുപ്പനാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
Question 2. In the ocean of your glory of great profundity, let us all together become immersed to dwell there in everlastingly happiness. The above mentioned lines are taken from which works of Sri Narayana Guru? A. Atmopodesha Shataka, B. Anugamba Dashakam, C. Deiva Dashakam, D. Advaita Deepika. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ദൈവ ദശകം. ദൈവ ദശക ആണ് ആൻസർ. ദൈവ ദശകം 1914 ദൈവദശകം രചിക്കപ്പെട്ടിട്ടുള്ള വർഷം 1914. ഇതിന് 2014 ഇതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ഈ ലൈൻസിൻ്റെ മലയാളം എന്താണ്? ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഈ ഒരു ലൈൻസ് അതിൻ്റെ ഇംഗ്ലീഷാണ്. ഇൻ ദ ഓഷൻ ഓഫ് യുവർ ഗ്ലോറി ഓഫ് ഗ്രേറ്റ് പ്രൊഫൻഡിറ്റി ലെറ്റ് us all together become immersed to dwell there in everlastingly happiness. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ് ജാതി നിർണയം, ജാതി ലക്ഷണം, ജീവകാരുണ്യ പഞ്ചകം, ചിജ്ജട ചിന്തനം, തേവാരപ്പതികങ്ങൾ, കുണ്ടലിനിപ്പാട്ട്, നവമഞ്ചരി, കാളീനാടകം, ജനനീ നവരത്നമഞ്ജരി, വിനായകാഷ്ടകം, ശ്രീ വാസുദേവാഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം. അദ്ദേഹത്തിൻ്റെ സംസ്കൃത രചനകളാണ് ദർശനമാല, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം, നിർവൃതി പഞ്ചകം. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരൻ. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത വർഷം 1924. 1924 ശ്രീനാരായണ ഗുരു ആലുവ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം. രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം. ശ്രീനാരായണ ഗുരു SNDP ആരംഭിച്ച വർഷം 1903 മെയ് 15 1903 മെയ് 15 SNDP ആരംഭിച്ചത്. SNDPയുടെ മൗത്ത് പീസ് അഥവാ മുഖപത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയം ആരംഭിച്ച വർഷം 1904 മെയ് 13. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയം. ക്വസ്റ്റ്യൻ നമ്പർ 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് അനൗൺസ്ഡ് ഓൺ 14th November 1936 ഇൻ ട്രാവൻകൂർ. 1936 നവംബർ 14 ട്രാവൻകൂറിലാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഉണ്ടായത്. ബി സ്റ്റേറ്റ്മെൻറ്റ് ദ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് ചെയർഡ് ബൈ ആനി ബെസൻറ്റ് വാസ് ഹെൽഡ് ഇൻ പാലക്കാട് ഇൻ 1916. 1916 പാലക്കാടിൽ വെച്ച് ആനി ബെസൻറ്റിൻ്റെ അധ്യക്ഷതയിലാണ് ആദ്യത്തെ മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കോൺഫറൻസ് നടന്നത്. അടുത്തത് സി ദ ഖലീഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് വിത്ത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആൻഡ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആസ് എ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ് റെസ്പെക്റ്റീവ്ലി. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി സെക്രട്ടറിയായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡൻ്റായും ആണ് ഖലീഫത്ത് കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ടതെന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അടുത്ത ഡി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ 1939 ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയി മാറിയത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കപ്പെട്ടത് 1939 അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതിൽ എ ബി സി കറക്റ്റ് ആൻഡ് ഡി റോങ്, ബി സി ഡി കറക്റ്റ് ആൻഡ് എ റോങ്, സി ഓൾ ആർ കറക്റ്റ്, ബി ഡി കറക്റ്റ്, എ സി റോങ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ ബിയും ഡിയും കറക്റ്റ്, എയും സിയും റോങ്. ബി എന്തായിരുന്നു? ദ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് ചെയർഡ് ബൈ ആനി ബെസൻറ്റ് വാസ് ഹെൽഡ് അറ്റ് പാലക്കാട് ഇൻ 1916 ആണ് ബി.
ഡി കറക്റ്റാണ്. ഡി എന്താണ്? ഇൻ 1939 ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ വർഷം 1939 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിബർട്ടി. ചൂസ് ദ റോങ് വൺ. തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, യൂണിറ്റി, ഫെയ്ത്ത്, വർഷിപ്പ്. ഓപ്ഷൻ എ തോട്ട്, ബി എക്സ്പ്രഷൻ, സി യൂണിറ്റി, ഡി വർഷിപ്പ്. ഇതിൽ ഏതാണ് റോങ് വൺ എന്നാണ് പറയേണ്ടത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറയാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി, അതായത് യൂണിറ്റിയാണ് പ്രിയാമ്പിളിൽ ഇല്ലാത്തത്. തോട്ട്, എക്സ്പ്രഷൻ, വർഷിപ്പ് ഉണ്ട്. റോങ് വൺ ആയിട്ടുള്ളത് യൂണിറ്റി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. അറേഞ്ച് ദ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഇൻ അസെൻഡിങ് ഓർഡർ. എ എൻ തിവാരി, ബി സത്യാനന്ദ മിശ്ര, സി വജാഹത്ത് ഹബീബുള്ള, ഡി ദീപക് സന്ധു. അസെൻഡിങ് ഓർഡറിൽ അവർ ചീഫ് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് ആയ അത് അറേഞ്ച് ചെയ്യണം. എ സി ബി ഡി എ, ബി സി എ ബി ഡി, സി സി ഡി ബി എ, ഡി സി ബി എ ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് സി എ ബി ഡി ആണ് കറക്റ്റ് ആൻസർ. സി വജാഹത്ത് ഹബീബുള്ള, അദ്ദേഹത്തിന് ശേഷം ദീപക് സന്ധു, അതിനുശേഷം സത്യാനന്ദ മിശ്ര, അതിനുശേഷം എ എൻ തിവാരി. അപ്പോൾ ഇവിടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായത്. ഏറ്റവും അവസാനം, അതായത് ഇപ്പോഴത്തേത് 2025 ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമാരിയയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായത്. ഒക്ടോബർ 2023 ശേഷമാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അതിന് മുൻപ് ഉണ്ടായിരുന്നത് യശ്വർദ്ധൻ കുമാർ സിൻഹയ്ക്ക് ശേഷമാണ് ഹീരാലാൽ ഹമാരിയ ഇൻഫർമേഷൻ ഓഫീസർ ആവുന്നത്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആവുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. Nothing is more disgraceful for a brave man than to live devoid of self-respect. Identify the person behind the words. A. Mahatma Gandhi, B. B.R. Ambedkar, C. Subhash Chandra Bose, D. Balagangadhar Tilak. Correct answer ഓപ്ഷൻ ബി ആണ്, B.R. Ambedkar. B.R. അംബേദ്കറിൻ്റെ വേർഡ്സ് ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 7. മാച്ച് ദ ഫോളോയിങ്. ലെഫ്റ്റ് സൈഡിൽ എ കേരള കൗമുദി, ബി ഭാഷാപോഷിണി, സി കേസരി, ഡി അലമീൻ. റൈറ്റ് സൈഡിൽ 1 മുഹമ്മദ് അബ്ദുറഹ്മാൻ, 2 ബാലഗംഗാധർ തിലക്, 3 കണ്ടത്തിൽ വർഗീസ് മാപ്പിളെ, 4 C.V. കുഞ്ഞിരാമൻ. ഓപ്ഷൻസ് A4, B3, C2, D1, B A1, B3, C2, D4, C A3, B4, C1, D2, A A2, B3, C1, D4. കേരള കൗമുദി ആരുടേതാണ്? C.V. കുഞ്ഞിരാമൻ. കേരള കൗമുദി C.V. കുഞ്ഞിരാമൻ. ഭാഷാപോഷിണി കണ്ടത്തിൽ വർഗീസ് മാപ്പിളെ. കേസരി ബാലഗംഗാധര തിലക്. അല്ലമീൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ അല്ലമീൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് മിഷണറീസ് വർക്ക്ഡ് ഇൻ ബോത്ത് കൊച്ചി ആൻഡ് ട്രാവൻകൂർ? കൊച്ചിയിലും ട്രാവൻകൂറിലും രണ്ടിലും വർക്ക് ചെയ്തിട്ടുള്ള മിഷണറീസ് ആരൊക്കെയാണ്? എ ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബി ചർച്ച് മിഷൻ സൊസൈറ്റി, സി ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ഡി ഓൾ ഓഫ് ദി എബോവ്. ആൻസർ ബി ചർച്ച് മിഷൻ സൊസൈറ്റി. CMS ആണ് രണ്ടിലും വർക്ക് ചെയ്തിട്ടുള്ളത്. LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി ട്രാവൻകൂറിലായിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി CMS ട്രാവൻകൂറിലും കൊച്ചിയിലും ഉണ്ടായിരുന്നു. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ
BEM മലബാറിൽ, BEMൻ്റെ പ്രവർത്തന മേഖല മലബാറിലാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് കൊച്ചിയിലും ട്രാവൻകൂറിലും വർക്ക് ചെയ്തിട്ടുള്ള മിഷണറീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഓഫ് ദ വർക്ക്സ് ഗിവൺ ബിലോ ആർ നോട്ട് ബൈ വൈക്കം മുഹമ്മദ് ബഷീർ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതല്ലാത്ത കൃതി. എ പ്രേമലേഖനം, ബി സ്ഥലത്തെ പ്രധാന ദിവ്യൻ, സി വിശപ്പ്, ഡി വളപ്പൊട്ടുകൾ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വളപ്പൊട്ടുകൾ. വളപ്പൊട്ടുകൾ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ അല്ല. അപ്പോൾ വളപ്പൊട്ടുകൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ONV കുറുപ്പ്. ONV കുറുപ്പിൻ്റെ കവിതാ സമാഹാരമാണ് വളപ്പൊട്ടുകൾ. ONV കുറുപ്പ് കുട്ടികൾക്കായി രചിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് വളപ്പൊട്ടുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് എ ന്യൂ ആർട്ടിക്കിൾ നെയിംലി 300A വാസ് ഇൻസേർട്ടഡ്? പുതിയ ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണ്? എ 44th അമെൻമെൻറ്റ് ആക്ട് 1976, ബി 42nd അമെൻമെൻറ്റ് ആക്ട് 1976, സി 44th അമെൻമെൻറ്റ് ആക്ട് 1978, ഡി 76th അമെൻമെൻറ്റ് ആക്ട് 1978. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 44th അമെൻമെൻറ്റ് ആക്ട് 1978 അനുസരിച്ചാണ് ആർട്ടിക്കിൾ 300A ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആർട്ടിക്കിൾ 300A എന്താണ്? സ്വത്തവകാശം നിയമാവകാശമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 300A. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 300A പറയുന്നത് സ്വത്തവകാശം എന്ന് പറയുന്നത് നിയമാവകാശമാണ് എന്നാണ്. 44ാം ഭരണഘടനാ ഭേദഗതി 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1978 അനുസരിച്ചിട്ടാണ് സ്വത്തവകാശം നിയമാവകാശമായത്. മുമ്പ് സ്വത്തവകാശം എന്തായിരുന്നു? മൗലിക അവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. സ്വത്തവകാശം ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ഇപ്പോൾ അതെന്താണ്? നിയമാവകാശമാണ്. സ്വത്തവകാശത്തെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് നീക്കം ചെയ്ത അമെൻമെൻറ്റ് 44th അമെൻമെൻറ്റ് 1978 ആണ്. 300A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളായിട്ട് അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ചെയ്തു, ഉൾപ്പെടുത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. മുക്കുത്തി അജിറ്റേഷൻ വാസ് ഡൺ ബൈ എ ആനന്ദതീർത്ഥൻ, ബി ആറാട്ടുപുഴ വേലായുധ പണിക്കർ, സി ശുഭാനന്ദ ഗുരുദേവൻ, ഡി TK മാധവൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മുക്കുത്തി അജിറ്റേഷൻ, മുക്കുത്തി സമരം, അതുപോലെ അച്ചിപ്പുടവ അജിറ്റേഷൻ പണിക്കർ. ആനന്ദതീർത്ഥൻ ആരാണ്? അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. ആനന്ദതീർത്ഥൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട്. 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചു. ശുഭാനന്ദ ഗുരുദേവൻ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. ആത്മബോധോദയ സംഘം എന്ന് പറയുന്ന സംഘടന ശുഭാനന്ദ ഗുരുദേവൻ്റെതാണ്. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ആത്മബോധോദയ സംഘം. 1926 ആത്മബോധോദയ സംഘം എന്ന് പറയുന്ന സംഘടന ശുഭാനന്ദ ഗുരുദേവൻ ആരംഭിച്ചത്. TK മാധവൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു. TK മാധവൻ കേരളത്തിലെ ക്ഷേത്രപ്രവേശന സമരത്തിൻ്റെയൊക്കെ ശില്പി എന്ന് പറയുന്നത് TK മാധവനാണ്. അദ്ദേഹം 1921 തിരുനെൽവേലിയിൽ വെച്ച് മഹാത്മാഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടി അദ്ദേഹവുമായി സംസാരിക്കുന്നു. കേരളത്തിലെ ഉച്ചനീചത്വങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. 1923 അദ്ദേഹം കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ അയിത്തത്തിന് എതിരായി സംസാരിക്കുന്നത്. 1923 കാക്കിനട സമ്മേളനത്തിൽ അയിത്തത്തിന് എതിരായി സംസാരിച്ചത് ആരാണ്? TK മാധവനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഗോട്ട് JCB അവാർഡ് ഇൻ 2023? JCB അവാർഡ്. എ പെരുമാൾ മുരുകൻ, ബി ഖാലിദ് ജാവേദ്, സി S ഹരീഷ്, ഡി മാധുരി വിജയ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പെരുമാൾ മുരുകൻ. 2023 JCB അവാർഡ് കിട്ടിയത് പെരുമാൾ മുരുകനാണ്. മലയാളത്തിൽ ആദ്യമായി JCB അവാർഡ് കിട്ടിയത് ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിക്ക് 2018 കിട്ടിയത്.
അതിനുശേഷം 2020 എസ് ഹരീഷിന് JCB അവാർഡ് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ മീശ എന്ന് പറയുന്ന കൃതിക്കാണ് JCB അവാർഡ് കിട്ടുന്നത്. 2021 M മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ അഥവാ ഡൽഹി സോളിലോക്കി എന്ന് പറയുന്ന കൃതിക്ക് JCB അവാർഡ് കിട്ടിയത് 2021. 2023 ക്വസ്റ്റ്യൻ. 2023 കിട്ടിയത് പെരുമാൾ മുരുകൻ. 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജിക്കാണ് 2024 JCB അവാർഡ് കിട്ടിയത്. ഉപമന്യു ചാറ്റർജിയുടെ ഏത് കൃതിക്കാണ്? ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശസേവിക സംഘം ഈസ് ഓർഗനൈസ്ഡ് ബൈ എ. ആര്യ പള്ളം, ബി. അന്ന ചാണ്ടി, സി. AV കുട്ടിമാളു അമ്മ, ഡി. അക്കമ്മ ചെറിയാൻ. ആൻസർ ഓപ്ഷൻ ഡി, അക്കമ്മ ചെറിയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. മാച്ച് ദ ഫോളോയിങ്. ലെഫ്റ്റ് സൈഡിൽ എ. കേരള വിവേകാനന്ദൻ, ബി. കേരള സുഭാഷ് ചന്ദ്രബോസ്, സി. ലീഡർ ഓഫ് കുട്ടംകുളം സമരം, ഡി. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NSS, ഇ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. റൈറ്റ് സൈഡിൽ 1. മുഹമ്മദ് അബ്ദുറഹ്മാൻ, 2. ഹെർമൻ ഗുണ്ടട്ട്, 3. അഗമാനന്ദൻ, 4. PK ചാത്തൻ മാസ്റ്റർ, 5. മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, അതായത് A3 കേരള വിവേകാനന്ദൻ ആഗമാനന്ദൻ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദനാണ്. അടുത്തത് B1 കേരള സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. C4 ലീഡർ ഓഫ് കുട്ടംകുളം സമരം PK ചാത്തൻ മാസ്റ്റർ. ലീഡർ ഓഫ് കുട്ടംകുളം സമരം PK ചാത്തൻ മാസ്റ്റർ. ഡി. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NSS. ഡി. മന്നത്ത് പത്മനാഭൻ. ഇ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM ഹെർമൻ ഗുണ്ടട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഈ ജനറൽ പാർട്ടിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനാണിത്. ഹൂ സ്റ്റാർട്ടഡ് ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ കേരള? എ. പുതുവയിൽ നാരായണ പണിക്കർ, ബി. അയ്യങ്കി വെങ്കട്ട രമണയ്യ, സി. TR കൃഷ്ണസ്വാമി അയ്യർ, ഡി. MC ജോസഫ്. ആൻസർ ഓപ്ഷൻ എ, പുതുവയിൽ നാരായണ പണിക്കർ, PN പണിക്കർ. അദ്ദേഹമാണ് ലൈബ്രറി മൂവ്മെൻറ്റ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിലെ ലൈബ്രറി മൂവ്മെൻറ്റ് അഥവാ ഗ്രന്ഥശാല പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത് PN പണിക്കർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെൻറ്റ് ആരാണ്? PN പണിക്കർ. ഇനി തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം കേരള ഗ്രന്ഥശാല സംഘമായി മാറിയത് 1950. 1991 കേരള ഗ്രന്ഥശാല സംഘം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി മാറുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഉണ്ടാകുന്നത് 1991. എന്നാൽ കേരള ലൈബ്രറി അസോസിയേഷൻ KLA കേരള ലൈബ്രറി അസോസിയേഷൻ ഉണ്ടായത് 1971. ഇതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് പ്രൊഫസർ KA ഐസക് ആണ് കേരള ലൈബ്രറി അസോസിയേഷൻ്റെ ലീഡർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിതിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുക. ബൈ.